ദേവസ്വം മാനുവൽ പോലും ഇല്ല. മറ്റത് കൊടിമരം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ്. ഹൈക്കോടതി എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചു. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യം നടന്നത്. ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ അഭിനന്ദിച്ചു. ഹൈക്കോടതി അവിടെ നടന്ന കാര്യങ്ങളെയും, ദേവസ്വം ബെഞ്ചാണ് അന്നത്തെ, അവിടെ നടന്ന കാര്യങ്ങളെയും ഈ ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെയും അനുമോദിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ട് ഹൈക്കോടതിയുടെ, കൃത്യമായിട്ടുണ്ട്. ഉണ്ട്, അതിട്ടോട്ടെ. അല്ലെന്നേ, അത് അന്ന് ചെയ്താണെന്ന്, അന്ന് ഹൈക്കോടതി നേരിട്ട് ചെയ്താണ്. അതെനിക്കറിയില്ല, അത് വരട്ടെ, അന്വേഷിക്കട്ടെ, സംശയം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന്. അതിനൊന്നും എന്താ കുഴപ്പം? അത് വരട്ടെ. ജയിലിലൊന്നും പോയിട്ടില്ലല്ലോ അവരാരും. ഞാൻ ചോദിക്കുന്നത്, മൂന്ന് ഉന്നതരായ CPM നേതാക്കന്മാര് ജയിലിൽ കിടക്കാണ് അയ്യപ്പന്റെ സ്വർണം കട്ടതിന്. അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ കൈക്കലാക്കിയ 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കാം. അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. ഒരു അവകാശവാദവും വേണ്ട. രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്ത്, കളവ് ചൂണ്ടിക്കാണിച്ച ആളെ കട്ടവര് ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരായി ഒരു നടപടി എടുത്തില്ല. ഹൈക്കോടതിയാണ് പറഞ്ഞത്, മനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റിട്ട് വ്യാജം ഒരെണ്ണം ചെമ്പിലുണ്ടാക്കിയിട്ട് അതുമ്പ സ്വർണം പൂശി അവിടെ കൊണ്ടാ വെച്ചിരിക്കുക. അത്രയും വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. എന്നിട്ടും നിർത്തിയിട്ടില്ല. എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിന്റെ പേരിൽ അതിൽ അടിച്ചു മാറ്റും. അപ്പിയന്മാര് എന്തുമാത്രം ചെയ്തു കാണും അവിടെ. അതിന് മറുപടി പറയണം.